സാറേ ഇവിടെ നല്ല വേദനയുണ്ട്, എനിക്കൊന്ന് ടെന്നീസ് എൽബോയാണെന്ന് തോന്നുന്നു. ടെന്നീസ് എൽബോ ആണല്ലേ? ആ, വർക്കൗട്ട് നിർത്തുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്ത് പിന്നീട് ചെയ്താൽ മതിയോ അല്ല എങ്ങനെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? ടെന്നീസ് എൽബോ ഉള്ളവർ വർക്കൗട്ട് നിർത്തണമെന്നില്ല. നമ്മൾ വർക്കൗട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പം ഈ ബൈസെപ്സ് കേൾ, പ്രത്യേകിച്ച് ഈ പ്രൊനേറ്റഡ് ഗ്രിപ്പ്, അതായത് കൈ ഇങ്ങനെ ബെൻഡ് തിരിച്ച് റിവേഴ്സ് ഗ്രിപ്പ് പിടിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോൺ ഗ്രിപ്പ്, കൈ ഇങ്ങനെ കമത്തി പിടിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഗ്രിപ്പുകളുള്ള വർക്ക് മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ഡംബൽ കേളായാലും ബാർബൽ കേളായാലും കേബിളിലായാലും റോപ്പിലായാലും അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് സൂപ്പൈൻ പൊസിഷനുള്ള ഗ്രിപ്പ് മാക്സിമം യൂസ് ചെയ്യുക. ഈ സൂപ്പൈൻ പൊസിഷനുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രൽ പൊസിഷൻ കൈ പിടിക്കാം. ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. ഈ ന്യൂട്രൽ പൊസിഷനുള്ള ഡംബൽ വർക്കൗട്ടും കേബിളും അല്ലെങ്കിൽ നമുക്ക് റോപ്പും ഒക്കെ ചെയ്ത് അത് ബെറ്ററായിട്ട് കുറേ കൂടെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് വീണ്ടും പ്രൊനേറ്റഡ് ഗ്രിപ്പിലേക്ക് പോകാൻ പറ്റും. ഗ്രാജുവലി ചെറിയ വെയിറ്റ് ചെയ്ത് വന്ന് നമുക്ക് ആ ടെന്നീസ് എൽബോ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതിന് റെസ്റ്റ് എടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദെൻ വർക്കൗട്ട് ചെയ്ത് തന്നെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ. വെൽക്കം ടു അവർ ചാനൽ, വെൽക്കം ടു ദ ഫാക്ട് ചെക്ക്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫാക്ട് എന്താണെന്ന് നോക്കാം. ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്റ്റൻസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് കൈയുടെ ഫോറാമിന്റെ പുറകു ഭാഗത്ത് വരുന്ന എക്സ്റ്റൻസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. അത് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൊണ്ടോ അതല്ലെങ്കിൽ ഓവർലോഡിങ് കൊണ്ടോ ഉണ്ടാവാം എന്നുള്ളതാണ് ഇതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടെന്നീസ് പ്ലേയേഴ്സിനാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ബിക്കോസ് ഈ ഒരു ബാക്ക് സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കൈയുടെ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന റിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് റിപ്പീറ്റീവായിട്ട് അവർക്ക് ഉണ്ടാവുന്നത് കൊണ്ട് അത് നമ്മുടെ ആ ടെൻഡനെ ഓവർ യൂസ് എന്ന് പറയുന്ന ഒരു ഇഞ്ചുറിയിലേക്ക് കൊണ്ടുപോവുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു പെയിൻ വരുന്നത്. അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ടെൻഡൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, മസിൽസ് ഒത്തിരി ഉപയോഗിച്ചിട്ട് മസിൽസിനകത്ത് ട്രിഗർ വന്നിട്ട് പതിയെ നമുക്ക് ആ ഒരു ഇഞ്ചുറിയിലോട്ട് എത്തിയതായിരിക്കാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സഡൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർ യൂസ് ഇഞ്ചുറി ആയിരിക്കാം. പക്ഷെ നമുക്ക് ഒത്തിരി കാലമായിട്ട് പതിയെ പെയിൻ അപ്ഗ്രേഡ് ചെയ്ത് വന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ മസിൽസിനകത്ത് ട്രിഗേഴ്സ് ഫോം ചെയ്തിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കാം. അപ്പൊ അങ്ങനെ അതിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമുക്ക് എന്താണ് ഇതിന്റെ ഫാക്ട് എന്നുള്ളത് നോക്കാം. സോ നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് തന്നെ ഇത് വായിക്കാം. ഞാനതിനൊന്ന് ചുരുക്കി പറയുകയും ചെയ്യാം. ഇത്തരത്തിൽ ഒരു ഇൻഫ്ലൈംഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനകത്ത് നമ്മൾ ഒരിക്കലും അതിന് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ആ മൊമെന്റിൽ നമുക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്ന ആ മൊമെന്റിൽ നമുക്ക് ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇത്തരത്തിൽ ഇൻഫ്ലൈംഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. മിനിമം 7 days നമ്മൾ അതിന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം. നമ്മൾ ആ ഒരു ഇൻഫ്ലമേഷൻ ട്രെയിൻ ചെയ്ത് പോകുന്നതിനും അതിനെ ഇഞ്ചുറി ഹീലാവാനായിട്ട് ബോഡിയെ അലൗ ചെയ്യുന്നതിന് നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്യും. ഇൻഫ്ലമേഷൻ ഇത്ര വേഗം ഡ്രെയിൻ ആയി പോകുന്നു, അതിനനുസരിച്ച് നമ്മുടെ ബോഡി തന്നെ ഇഞ്ചുറിയെ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യും. ഇഞ്ചുറി ഒരു അക്യൂട്ട് ലെവലിലാണ് എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് ഹീലായി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 7 days നമ്മൾ അലോ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമിലേക്ക് പോവുക. അതായത് ഈ സെയിം മൂവ്മെന്റ്, പെയിൻഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ്, അതായത് റെസ്റ്റിന്റെ ഈ ഒരു എക്സ്റ്റൻഷൻ മൂവ്മെന്റ്സ് വരാത്ത ലെവലിലുള്ള എക്സസൈസും കാര്യങ്ങളും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. അതിന് പിന്നെ പതിയെ നമ്മൾ ആ ഒരു റിസ്റ്റ് എക്സ്റ്റൻഷൻ അതിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കണ്ട വീഡിയോയിലുള്ള ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് അവർ പറയുന്നത് പ്രൊണേഷൻ ഗ്രിപ്പ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എക്സസൈസുകൾ സുപ്പനേഷൻ ഗ്രിപ്പിലും അതേപോലെ തന്നെ മിഡ് റൗണ്ട് ഗ്രിപ്പിലും ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാമെന്നുള്ളതാണ്. അത്തരത്തിലും നമ്മൾ വെയിറ്റ് ലോഡഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ആദ്യം ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ മസിൽസിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പ്രോഗ്രസീവ് സ്റ്റേജിൽ നിങ്ങൾ ഒരു ലെവലിൽ നമ്മൾ റീഹാബിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജിം ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇഞ്ചുറി റെക്കറന്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾക്കൊരു ഇഞ്ചുറി നമ്മൾ ഉണ്ടായിട്ട് നമ്മുടെ ബോഡി അത് ഹീൽ ചെയ്യും, വീണ്ടും നമ്മൾ ആ ഇഞ്ചുറി ഉണ്ടാക്കും, വീണ്ടും ഹീൽ ചെയ്യും, വീണ്ടും ഇഞ്ചുറി ഉണ്ടാക്കും. ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി അത് ഹീൽ ചെയ്യാണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് ക്യൂർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു റോങ് ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ മോർ ഇൻഫർമേഷൻ. ഗുഡ് ബൈ.